ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഓരോ സത്യങ്ങൾ കഥയായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നുണ്ട്. നമുക്ക് പഠിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഉപമകളായിട്ട് സംസാരിച്ചു. അതുപോലെ കഥകളായിട്ട് ഉപമകളായിട്ടും കർത്താവ് നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരു കഥ പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യം. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാമേ അബ്രാഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രാഹാമിനെ ദൈവം വിളിച്ചു. അബ്രാഹാമേ അബ്രാഹാമേ എന്ന് വിളിച്ചിട്ട് അബ്രാഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ, നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ കൊണ്ടുപോയി മോര്യ ദേശത്ത് അവിടെ അവനെ ഹോമയാഗം കഴിക്കണമെന്ന് പറഞ്ഞു. അബ്രാഹാം പറഞ്ഞത് അതുപോലെ അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രാഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതുപോലെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അബ്രാഹാം അധികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. അവൻ മോറിയാമലയിലേക്ക് പോവുകയാണ്. അപ്പോൾ മോറിയാമലയിലേക്ക് പോയി കുറേ കഴിഞ്ഞപ്പോൾ അബ്രാഹാം ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും ആ സ്ഥലത്തോളം ചെന്ന് ഹോമയാഗം കഴിച്ചിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രാഹാം ഹോമയാഗത്തിൻ്റെ ഉള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസാക്കിൻ്റെ ചുമലിൽ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് തീയും കത്തിയും താൻ കൈയെടുത്തു. അവർ ഒരുമിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇസാക്ക് ചോദിക്കുകയാണ്, അപ്പാ എന്നാ മോനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, തീയും ഉണ്ട് വിറകും ഉണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ഇതാദ്യമായിട്ടല്ല അബ്രഹാമും ഇസഹാക്കും യാഗം കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇസഹാക്കിനറിയാം, ഒരു തീയും വേണം, വിറകും വേണം, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയും വേണം. എന്നാൽ ഇപ്പോൾ ഇവിടെ ആട്ടിൻകുട്ടിയില്ല. അപ്പോൾ അബ്രഹാം ഉടനെ പറഞ്ഞു, അബ്രഹാമിൻ്റെ വിശ്വാസമാണ്, ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ 2 പേരും ചെന്നു. അബ്രഹാം യാഗപീഠമൊക്കെ ഒരുക്കി പണിതു, വിറകടുക്കി. അത് കഴിഞ്ഞിട്ട് തൻ്റെ മകൻ ഇസാക്കിനെ കെട്ടി യാഗപീഠത്തിൻ്റെ വിറകിന്മേൽ കിടത്തി. ഇസഹാക്ക് ഓടിയില്ല. ഇസാക്ക് എങ്ങായിട്ടുള്ളൊരു വ്യക്തിയാണ്, എന്നാൽ ഇസാക്ക് ഓടിയില്ല. ഇസാക്ക് അപ്പനെ അതുപോലെ അനുസരിക്കുന്നു. ഇത്ര അനുസരണമുള്ള മകനാണ് ഇസഹാക്ക് എന്നുള്ളത്. അതുകൊണ്ട് അവൻ ഇസഹാക്കിനെ കെട്ടി ആ യാഗപീഠത്തിന്മേൽ കിടത്തി. പിന്നെ അബ്രഹാം തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ നമ്മൾ പഠിച്ച വാക്യം നമുക്ക് ഒന്നും കൂടെ പഠിക്കാം. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അത് കഴിഞ്ഞ് അബ്രഹാം നോക്കിയപ്പോൾ അബ്രഹാം മകനെ വിടുവിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ നോക്കിയപ്പോൾ ഒരു ആട്ടിൻകുട്ടി, ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. അപ്പോൾ അബ്രഹാം മോനോട് പറഞ്ഞില്ലേ, ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. അത് ദൈവം നോക്കി. അത് കഴിഞ്ഞ് ആ ആട്ടിൻകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. എന്നിട്ട് അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന പേരിട്ട് യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് അബ്രഹാം പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും എന്ന് അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തു. ഇതിൽ നമുക്ക് അനേകം നല്ല പാഠങ്ങൾ പഠിക്കാനുണ്ട്.
ദൈവത്തെ അതുപോലെ വിശ്വസിക്കുന്ന അബ്രഹാമിനെ നമ്മൾ കാണാനായിട്ട് സാധിക്കും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, രണ്ടാമതായിട്ട് നമുക്ക് കാണാം അതുപോലെ ഒരു ചേഞ്ചും ഇല്ലാതെ അനുസരിക്കുന്ന അബ്രഹാമിനെ കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഇവിടെ കാണുന്നത് ഇസഹാക്കിൻ്റെ അനുസരണം. അപ്പനെ അതുപോലെ അനുസരിച്ചു. അതുകൊണ്ട് ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു. ഇസഹാക്കിൽ കൂടെയാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം പിന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മൂന്നാമതായിട്ട് ഇസഹാക്കിൻ്റെ അനുസരണം. നാലാമതായിട്ട് ദൈവം ആട്ടിൻകുട്ടിയെ ഒരുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ദൈവത്താൽ ഒന്നും അസാധ്യമല്ല. അവൻ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഒരാട്ടിൻകുട്ടിയെ കരുതിയ ദൈവം. അഞ്ചാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അബ്രഹാമിൻ്റെ വിശ്വാസം. അത് മുഖാന്തരമായിട്ട് അബ്രഹാമിനെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലും ഈ അബ്രഹാമിനെ പോലെ വിശ്വാസമുള്ളവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അനുസരണമുള്ളവരായിട്ട് ജീവിപ്പാൻ സഹായിക്കണം. പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. പരീക്ഷകൾ വരുമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ ജയിക്കുവാൻ നിൻ്റെ കൃപ നൽകണം. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ അമർത്തിയാൽ ആൻറ്റി എപ്പോഴൊക്കെ വീഡിയോ ഇടുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ കിട്ടുവാനിടയാകും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.